ഹലോ ഇറ്റ്സ് മീ രേവതി എമിക്കാട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. സെഡക്സിന് വേണ്ടി കിഡ്സിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള കിഡ്സ് ടാബാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അൺബോക്സ് ചെയ്താലോ? കം. അപ്പോൾ ഇതാണ് പിക്കാബു Z11. ഇതിൻ്റെ പാക്കേജിംഗ് ഒക്കെ വരുന്നത് പിള്ളേർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിലാണ്. ഭയങ്കര കളർഫുൾ ആയിട്ടാണല്ലോ ഇതിൻ്റെ പാക്കേജിങ് വരുന്നത്. 6GB റാമും 256GB ആണ് ഇതിൻ്റെ മെമ്മറി വരുന്നത്. ഡിസ്പ്ലേ വരുന്നത് 7 ഇഞ്ചാണ്. പിന്നെ ക്യാമറ വരുന്നത് 10MB 15MB ആണ് ക്യാമറ വരുന്നത്. ബാറ്ററി 5000 mAh ആണ്. 6 കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ? കുറച്ച് പാടുണ്ട്, തുറക്കാം, കുഴപ്പമില്ല. ആഹാ, കൊള്ളാലോ. ഇങ്ങനെയാണ് ഈ സാധനം വരുന്നത്. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. ഇവിടേക്ക് ഇങ്ങനെ പിടിക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് തന്നെ പിള്ളേരുടെ കയ്യിൽ നിന്ന് താഴെ വീഴും എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. ഭയങ്കര ക്യൂട്ടായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അധികം വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. പിള്ളേർക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നോക്ക്, ഒരു ടെഡീനെയൊക്കെ പോലെ. ഏത് ജീവിയാണെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ബാക്കിൽ സെഡക്സിൻ്റെ ആ ഒരു ലോഗോ ഒക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി എന്തോ ഉള്ളതെന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ലാസ്റ്റ് നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് കുറേ കുട്ടി ക്യൂട്ട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതാ മറ്റേ മിനി ഫാനൊക്കെ വരുന്നുണ്ട്. ഇവിടുത്തെ സിറ്റുവേഷനിൽ ഇത് അത്യാവശ്യമാണ്. കളറൊക്കെ നോക്കൂ, ഭയങ്കര ഒരു ഫങ്കി കളേഴ്സാണ് എല്ലാം വരുന്നത്. ദെൻ ഐ തിങ്ക് ഇതൊരു പെന്നാന്ന് തോന്നുന്നു. ഇതൊരു മറ്റേ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറില്ലേ, അതിൻ്റെ ഒരു ഡിസൈനിലാണ് ഇത് വന്നേക്കുന്നത്. കൊള്ളാം, കുഞ്ഞു സാധനം. പിന്നെ കൂളിംഗ് ഗ്ലാസ് വരുന്നുണ്ട്. കൊള്ളാം, പിള്ളേരെ പറ്റിക്കാനുള്ള എല്ലാ ഐറ്റം ഇതിനകത്തുണ്ട്. പിന്നെ ഒരു വാച്ച് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ആ വാച്ച് വരുന്നത്. ദെൻ ഡേറ്റ കേബിൾ, ഒരു ഹെഡ്സെറ്റ്, ഒരു അഡാപ്റ്റർ, പിന്നെ ആർക്കും വേണ്ടാത്ത ഒരു മാനുവൽ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ടാബ് വരുന്നത്. ഇതിനകത്തോടെ ഒരു പവർ ബട്ടൺ ഉണ്ട്. ദെൻ വോളിയം കുറയ്ക്കണമല്ലോ ബട്ടൺ. ദെൻ ഇതിൻ്റെ ബാക്കിൽ വരുമ്പം സെഡക്സിൻ്റെ ഒരു ലോഗോ ഇവിടെ വരുന്നുണ്ട്. ഇത് ഈസിയാണ് കേട്ടോ. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തൊക്കെ നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പ്ലേസ് ചെയ്യാനൊക്കെ പറ്റും. ഇറ്റ്സ് ഗുഡ്. നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്നൊന്നും കയ്യിൽ നിന്ന് വഴുതി പോവില്ല. അപ്പോൾ ഇത് ഓൺ ചെയ്യാം. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതാ ഇങ്ങനൊരു സ്റ്റിക്കറൊക്കെ വരുന്നുണ്ട്. നമുക്കത് ആദ്യം ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പവർ ബട്ടൺ, സെൻട്രലായിട്ടാണ് പവർ ബട്ടൺ വരുന്നത്. ഓക്കെ, ഓൺ ചെയ്യുമ്പം ദാ ഈ സെഡക്സ് എന്നൊക്കെ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്. നോക്കാം ഇനി എന്താ വരുന്നതെന്ന്. ഇതിൻ്റെ ക്യാമറ വരുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ. ഓക്കെ, ദെൻ ഓൺ ആവുകയാണ്. ഇതിനകത്ത് കുറേ ആപ്സ്, കുറേ ഗെയിംസ് ഒക്കെ ഉണ്ട്. ക്രോം വരുന്നുണ്ട്, പിന്നെ നെറ്റ്ഫ്ലിക്സ്, പിന്നെ കുറേ വാട്സപ്പും സൂമും ഒക്കെ യൂസ് ചെയ്യാം. ഐ തിങ്ക് ഗൂഗിൾ മീറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് തന്നെ അത്യാവശ്യം കുറച്ച് ഗെയിംസ് ഒക്കെ ഓൾറെഡി ഡൗൺലോഡഡ് ആണ്. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ടച്ചൊക്കെ ഭയങ്കര സ്മൂത്തായിട്ടുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് പറ്റിയ എന്താ ഉള്ളത്? നമുക്ക് പറ്റിയ കാര്യമായിട്ടൊരു കാര്യമില്ല. പിന്നെ ക്യാമറയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, തിരക്കേടില്ലാത്ത ക്യാമറയാണ്. കൊള്ളാം, അത്യാവശ്യം നൈസായിട്ടുള്ളൊരു സാധനം. ഇതിനകത്ത് കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സൂമുണ്ട്. ഇനി നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മീറ്റ് എടുക്കാം. ഇപ്പം ചില പിള്ളേരൊക്കെ ഓൺലൈൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ, അവർക്കൊക്കെ പറ്റിയ ഐറ്റമാണ്. പിള്ളേരൊക്കെ പറ്റിക്കാം. ഇതിൻ്റെ റേറ്റ് കുറവാണെന്ന് തോന്നുന്നു. കമ്പാരിറ്റീവ്ലി മറ്റുള്ള ടാബുകളെ അപേക്ഷിച്ച് നോക്കുമ്പം ഇതിൻ്റെ റേറ്റ് നല്ല കുറവാണ്, അഫോർഡബിളാണ്. അപ്പം ഇതിന് വേണ്ടിയിട്ട് വേണമെന്നെങ്കിൽ നിങ്ങൾക്ക് എമിക്കാർഡിനെ കണക്ട് ചെയ്യാം. എമിക്കാർഡിനെ കണക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. അപ്പം നെക്സ്റ്റ് വീക്കിൽ ഇതുപോലുള്ളൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം. അതുവരെ ബൈ.